നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജെൻസി ജോൺസൺ, ENT കൺസൾട്ടൻറ്റ്, ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന അഡിനോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു രോഗത്തെക്കുറിച്ചാണ്. അഡിനോയിഡ് എന്ന് പറയുന്നത് നമ്മളുടെ മൂക്കിൻ്റെ പുറയിൽ നമ്മുടെ ടോൺസിൽ പോലെ കാണപ്പെടുന്ന ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ്. അത് കൂടുതലും നമ്മുടെ ബോഡിയിൽ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളതാണ്. ഇത് കൂടുതലും കുഞ്ഞുങ്ങളിലാണ് അത് കൂടുതൽ ഇൻഫെക്റ്റഡ് ആവുന്നത്. ഒരുപാട് സ്വീറ്റ്സ് എടുക്കുക, തണുപ്പുകൾ ഒരുപാട് എടുക്കുക, തണുപ്പിൽ ഒരുപാട് എക്സ്പോഷർ ആകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ സൈസ് കൂടാനും കുഞ്ഞുങ്ങൾക്ക് അത് കാരണമുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. കൂടുതലും കുഞ്ഞുങ്ങൾ വരുന്നത് മൂക്കടപ്പ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ജലദോഷങ്ങൾ, ചുമ, രാത്രി കൂർക്കം വലിക്കുക, പ്രോപ്പർ ഉറക്കം കിട്ടുന്നില്ല, രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പം ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. ചില കുഞ്ഞുങ്ങളിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ചെവിയിലേക്ക് ഇൻഫെക്ഷൻ പോകാനും, കേൾവിക്കുറവ്, ചെവിക്ക് വേദന എന്നുള്ള ബുദ്ധിമുട്ടുകളായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് സിമ്പിൾ ഒരു OPD തന്നെ കുഞ്ഞ് കോപ്പറേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ക്യാമറ ഇട്ട് നോക്കാനും, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്റേയിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാവുന്നതാണ്. നേരത്തെ ഇത് ചികിത്സിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്പ്രേയിൽ തന്നെ ഇതിൻ്റെ സൈസ് കുറയ്ക്കാനും അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അല്ല, സ്പ്രേയിൽ കൺട്രോൾ ആകാത്ത കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു സിമ്പിൾ അഡിനോയിഡക്ടമി സർജറിയിൽ ഇത് ക്ലിയർ ചെയ്യാവുന്നതാണ്. കൂടുതലും കുഞ്ഞുങ്ങൾ വരുന്നത് മൂക്കടപ്പ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ജലദോഷങ്ങൾ, ചുമ, രാത്രി കൂർക്കം വലിക്കുക, പ്രോപ്പർ ഉറക്കം കിട്ടുന്നില്ല, രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പം ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. ചില കുഞ്ഞുങ്ങളിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ചെവിയിലേക്ക് ഇൻഫെക്ഷൻ പോകാനും, കേൾവിക്കുറവ്, ചെവിക്ക് വേദന എന്നുള്ള ബുദ്ധിമുട്ടുകളായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് സിമ്പിൾ ഒരു OPD തന്നെ കുഞ്ഞ് കോപ്പറേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ക്യാമറ ഇട്ട് നോക്കാനും, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്റേയിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാവുന്നതാണ്. നേരത്തെ ഇത് ചികിത്സിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്പ്രേയിൽ തന്നെ ഇതിൻ്റെ സൈസ് കുറയ്ക്കാനും അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അല്ല, സ്പ്രേയിൽ കൺട്രോൾ ആകാത്ത കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു സിമ്പിൾ അഡിനോയിഡക്ടമി സർജറിയിൽ ഇത് ക്ലിയർ ചെയ്യാവുന്നതാണ്.